ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വേറൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ അടിപൊളി നെയ്യപ്പം എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് അരി എടുത്തിട്ട് അതൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരു 2 മണിക്കൂർ. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, സാധാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്ത് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ശർക്കര അരിച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, കാരണം അതിൽ ഒരുപാട് കല്ലും അങ്ങനെ അഴുക്കുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു 4 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെയ്യപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കായും നല്ല ജീരകമൊക്കെ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കളറിന് വേണമെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഒരു 2 പിഞ്ച് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 2 നുള്ളി ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇനി ഞാനിതിലേക്ക് ഒരു നേന്ത്രപ്പഴമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ നേന്ത്രപ്പഴമാണ്, അതിൻ്റെ 1/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഇനി നേന്ത്രപ്പഴം കൂടെ ഒന്ന് ചേർത്ത് നോക്കും. നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൽ നേരത്തെ വെച്ച ശർക്കരയുടെ ആ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഈ ഒരു കട്ടിയിൽ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ടില്ല, ചെറിയ തരിയൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതുപോലെയാണ് അരിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കറുത്ത ജീരകമാണ്, കരിഞ്ജീരകം, അതൊരു ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളെ നെയ്യപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് നൽകും നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഈ കരിഞ്ജീരകമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് അരമണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ സാധാരണ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നെയ്യപ്പം ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, പിന്നെ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നെയ്യപ്പം കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മളൊക്കെ നെയ്യപ്പം എപ്പോഴും ഒരു സെയിം ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ തന്നെ വേറൊരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതും കാണാത്തവർ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്